ഹലോ ഫ്രണ്ട്സ്, എടപ്പള്ളി പെരുന്നാൾ കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് കൂടാൻ പറ്റിയില്ല. ഇത്തവണ എന്തായാലും കൂടിയേക്കാന്ന് വിചാരിച്ചിട്ട് എടപ്പള്ളിയിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഈ പള്ളിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാമല്ലോ ഗേസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പള്ളിക്കകത്തേക്ക് കയറി. അയ്യോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ലതായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടേക്കുവാണ്. കുറേ സമയം അവിടെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കാൻ തോന്നി. എന്തായാലും ഞാൻ ഒരുപാട് നാളുകൂടി വന്നതല്ലേ, ഞാൻ കുറേ നേരം ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചു. മനസ്സിന് എന്തൊക്കെയോ സമാധാനവും സന്തോഷവും തോന്നി. അങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ പതുക്കെ പള്ളിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കുറേ നല്ല വ്യൂസ് കാണാൻ പറ്റി കേട്ടോ. നമ്മൾ ഈ സന്ധ്യ സമയത്ത് വന്നുകൊണ്ട് നല്ല വ്യൂസ് കാണാൻ പറ്റി. പകലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ആ ലൈറ്റൊക്കെ കണ്ട് കുറേ നേരം ഇങ്ങനെ നടന്നു. അത് കാണാൻ തന്നെ, ലൈറ്റ് അറേഞ്ച്മെന്റ്സ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് കയറി നിന്നിട്ട് താഴോട്ട് നിന്ന് കുറേ സമയം കണ്ടപ്പോൾ പൊന്നു പറഞ്ഞു, കൈവരിക്കൂടെ ഇറങ്ങണ്ടമ്മേ, ഒരു തെന്നിപ്പോകുന്ന പോലെ തോന്നും, നമുക്ക് സ്റ്റെപ്പ് വഴി പോകാമെന്ന് പറഞ്ഞു. അപ്പം കുട്ടികളെയും കൂട്ടി പിന്നെ ഞാൻ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കടകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. അപ്പോൾ മോൻ പറഞ്ഞു പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തായാലും ഒരു പോപ്കോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് പോപ്കോൺ വാങ്ങിച്ചു. അപ്പോൾ കുമ്പിളിലുള്ളതിരുന്ന് ഇങ്ങനെ പാക്കറ്റിൻ്റെ ഉള്ളിലാന്ന് പറഞ്ഞു. എന്തായാലും വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങി. ആ കടക്കാരനാണെങ്കിൽ ഭയങ്കര നാണം. അവനെങ്ങാണ് യൂട്യൂബിൽ വൈറലായെന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പം എനിക്കും ചിരി വന്നു. അങ്ങനെ ഞങ്ങൾ പോയതൊരു ബജിക്കടയിലേക്കാണ്. അവിടെയാണെങ്കിൽ ബജിയുണ്ട്, പിന്നെ ഉഴുന്നുവട, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, ഇതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു കോളിഫ്ലവർ അങ്ങ് വാങ്ങിച്ചു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്, അവൾ കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ അത് ഇങ്ങനെ മെല്ലെ കഴിച്ചു. നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ, നല്ല ടേസ്റ്റ്. എനിക്കാണെങ്കിൽ ആകെ ഇഷ്ടമുള്ളത് ഈ കോളിഫ്ലവറാണ്. കോളിഫ്ലവറൊക്കെ നല്ലപോലെ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 ബജി വാങ്ങിച്ചു. മുളകിലൊക്കെ മുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല എരിവ് തോന്നി. എന്നാലും എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കും. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുളകിൽ മുക്കി ബജി ഇങ്ങനെ കഴിച്ചു. ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ഒരു പാത്രക്കടയിലേക്കാണ്. എൻ്റെ മുറം പോയിരുന്നാണ് ഒരു മുറം മേടിച്ചു. അവിടെ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു കുപ്പി വാങ്ങണമെന്ന് വിചാരിച്ച് പിന്നെ വേണ്ടെന്ന് വെച്ചു, ഒരു ക്വാളിറ്റി കുറവ് പോലെ. പിന്നെ ഞാൻ മുറം മേടിച്ചു, പൈസയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ പോയത് ഒരു സർബത്ത് കടയിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേനാണെങ്കിൽ അവനാണെങ്കിൽ പല പല സ്റ്റെപ്പിലൊക്കെയാണ് ഇങ്ങനെ കുലുക്കി സർബത്ത് പറഞ്ഞിട്ട് എടുക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ടാണ് അവൻ ചെയ്യുന്നത്. കണ്ടപ്പോൾ കുറേ നേരം എന്തോ ഒരു ഇഷ്ടം തോന്നി, കുറേ നേരം അത് നോക്കി നിന്ന് പോയി. ഞാൻ വാങ്ങിച്ചത് ഓറഞ്ച് ഫ്ലേവറായിരുന്നു കേട്ടോ. എനിക്ക് ഓറഞ്ച് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോനും അതിനെ മതി.
അങ്ങനെ ഞങ്ങളൊരു ടോയ് കടയിൽ പോയി ടോയ് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ടോയ് 2 എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. കുറേ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ബ്ലൂബെറി ഉണ്ടായിരുന്നു, ടെൻഡർ കോക്കനട്ട്, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ കുറേ പിസ്ത, വാനിലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കേട്ടോ എനിക്ക് ഭയങ്കര ചുമയും തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനും കഴിച്ചില്ല. കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അവർ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കൊതി വന്നു. ഞാൻ പിന്നെ അതൊന്നും പ്രകടിപ്പിക്കാതൊക്കെ അങ്ങ് ഇരുന്നൊന്നും അറിയാത്ത പോലെ. പിന്നെ കുട്ടികളൊക്കെ അത് കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഒന്നുകൂടെ വ്യൂസൊക്കെ ഇങ്ങനെ കണ്ടു. നല്ല ഭംഗിയാണ് കേട്ടോ, എല്ലാം നല്ല അലങ്കരിച്ചിട്ടേക്കുവാണ്. അപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. എന്തായാലും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും പള്ളിയിൽ നിന്ന് ഇറങ്ങി, അടിപൊളിയായിരുന്നു. മനസ്സിനൊക്കെ എന്തോ ഒരു സമാധാനം, സന്തോഷം തോന്നി. പിന്നെയും ഇങ്ങനെ അവിടെ നിന്ന് പോരാനേ തോന്നിയില്ല കേട്ടോ. ഇങ്ങനെ ഓരോ ഒക്കെ നല്ല രസമാണ്. ഈ നൈറ്റ് വന്നുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ലതായിട്ട് കാണാൻ പറ്റുന്ന, ആസ്വദിക്കാനൊക്കെ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഓക്കെ ഗേസ്, അടുത്ത വീഡിയോ കാണാം കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. ഓക്കെ.